നേതാവ് കോൺഗ്രസിൽ ചേർന്നതിന് നിങ്ങൾക്ക് എന്താണ് മുഖ്യമന്ത്രി? നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു വരട്ടെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? MP ഗോവിന്ദൻ സന്ദീപ് വാര്യർ CPM-ലേക്ക് വന്നാൽ എന്താ MP രാജേഷ് പറഞ്ഞത്? അയാൾ വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരുമ്പോൾ ഞങ്ങൾ CPM-ലേക്ക് സ്വീകരിക്കും. AK ബാലൻ എന്താ പറഞ്ഞത്? സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ നേതാവാണ് അല്ലെ? അപ്പൊ ഞങ്ങൾ എല്ലാ CPM നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റ് ആദ്യം കൂടെ മേടിച്ചു, സന്ദീപ് വാര്യരേക്ക്. അതാണ് താമസിച്ചത്, അതാണ് ഒരാഴ്ച താമസിച്ചത്. എല്ലാ CPM-കാരും സന്ദീപ് വാര്യരെ കുറിച്ച് ഗംഭീര സർട്ടിഫിക്കറ്റ് ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരില്ല. എന്നിട്ട് റെഡിയായി അവിടെ നിൽക്കുകയാണ്, CPM-ലേക്ക് സ്വീകരിക്കും. അപ്പോഴാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്. ഏതോ ഇവർക്ക് ഉളുപ്പ് വേണ്ടേ? നേരെ MP രാജേഷ് പറയാണ് വർഗീയതയുടെ കാളിയനെയാണ് ഇയാൾ അണിഞ്ഞിരിക്കുന്നത്. നിപ്പിൽ അറിയണം. AK ബാലൻ പറഞ്ഞു അവന് സങ്കടം വന്നപ്പോ ഞാനൊന്ന് ആശ്വസിപ്പിച്ചാണ്. ഏത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. ഇത് മാത്രം മതി, ഇത് മാത്രം. സന്ദീപ് വാര്യരെ പറ്റി കേരളത്തിലെ CPM നേതാക്കന്മാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും ഈ ആഴ്ച ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറഞ്ഞതും മാത്രം മതി. ഇവരാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അല്ലേ? BJP-യുമായിട്ട് എന്തൊരു വിഷമം പിണറായി വിജയന്. കാരണം BJP-യുമായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ പറഞ്ഞില്ലേ, കേസ് ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP RSS നേതാക്കളെ കണ്ടു. ആദ്യം നിഷേധിച്ചു, ഇപ്പൊ സമ്മതിച്ചോ? നേതാക്കളെ കണ്ടല്ലോ. എന്താ അജിത് കുമാറും RSS-ന്റെ ജനറൽ സെക്രട്ടറി ഹൊസബലയുമായി അതിർത്തി തർക്കമല്ലോ ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ മുഖത്ത് നോക്കി ചോദിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ 1-ാം നമ്പർ കാർ ഉപേക്ഷിച്ച് വേറൊരു കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ പോയി നിങ്ങൾ RSS നേതാക്കളുമായി ചർച്ച ചെയ്തില്ലേ? സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ചാടിയിലേക്ക് മറുപടി പറയാം. അന്ന് മിണ്ടാട്ടോ ഇല്ല, താഴേക്ക് കുനിഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ പോയത് അദ്ദേഹം നിഷേധിച്ചാൽ പോയതിന്റെ തെളിവ് എന്റെ കയ്യിലുള്ളത്. അവിടെ മിണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് കാലത്ത് EP ജയരാജനും BJP-യുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യലെന്ന് ചോദിച്ചു. രണ്ടുപേരും വന്ന് നിഷേധിച്ചു. EP ജയരാജൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് VD സതീശൻ തന്നേക്കാം. എനിക്കൊരു അബദ്ധം പറ്റും, ഞാൻ വേണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോ ജയരാജൻ പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന്. ശരിക്കും എനിക്ക് തരുന്നല്ലേ. അപ്പൊ അവര് ഒരുമിച്ച് കച്ചവടമാണ്, ഒരുമിച്ച് ബിസിനസ്. പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് അല്ലേ? അപ്പൊ EP ജയരാജൻ കണ്ടതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക. എന്താ കണ്ടാ കുഴപ്പം? ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. അതാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറെ എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി 5-6 പ്രാവശ്യം കാണുന്നത്? എന്തിനാ കാണുന്നത്? അത് കേന്ദ്രമന്ത്രി ഒന്നല്ല. എന്തിനാ കാണുന്നത്? ജയരാജൻ പറഞ്ഞു അയാൾ എയർപോർട്ടിലേക്ക് പോണ വഴി എന്റെ വീട്ടിൽ കയറിയാണ്. ഇവിടെ കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിയാണ് എന്റെ വീട്. പ്രകാശ് ജാവദേക്കർ എന്റെ വീട്ടിൽ വന്നില്ലല്ലോ, ഇവരെയൊക്കെ വീട്ടിലല്ലേ പോയത്. ഇവരുമായിട്ട് ഏർപ്പാടാണ്, ഇവരുമായി ബാന്ധവമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പിണറായി വിജയനെ പറ്റി സമ്മതിക്കുന്നു. നന്ദിയുള്ളതാണ്, നന്ദി. ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്താൽ അദ്ദേഹം നന്ദിയുള്ളവനാണ്. എന്ത് ചെയ്തു? 2021 കേരളത്തിലേക്ക് BJP-ക്കായി 41,40,00,000 രൂപ കള്ളപ്പണമായിട്ട് വന്നു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ പണം ഏറ്റുവാങ്ങിയതെന്ന് കള്ളപ്പണം കൊണ്ടുവന്ന ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകി. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ED-ക്കും ആദായ നികുതി വകുപ്പിനും പരാതി അയച്ചു. നമ്മുടെ പിണറായി ആ സാധനം ആരും അറിയാതെ മൂടി വെച്ചു. നന്ദി വേണോടോ, നന്ദി. മനസ്സിലായോ? എന്നിട്ട്
ആ കേസിൽ പ്രതിയാകേണ്ട സുരേന്ദ്രനെ ആ കേസിലെ സാക്ഷിയാക്കി മാറ്റി. അത്രയും നന്ദിയുള്ള പിണറായി വിജയൻ. എന്നിട്ട് സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ അവിടെ പ്രചരണത്തിന് പോയ പിണറായി വിജയൻ ഇത് മിണ്ടാതെ ആരോടും പറയാതെ മറച്ചുവെച്ചു. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ പറ്റി ഒരുപാട് മോശമായിട്ട് പ്രസംഗിച്ചു. അതാ പിണറായി വിജയൻ. എന്നിട്ടും തീർന്നില്ലടോ. അങ്ങോട്ട് സഹായിച്ചതിന് നന്ദി ചെയ്ത് തീർന്നില്ല, മതിയായില്ല പുള്ളിക്ക്. അപ്പോഴാണ് രണ്ടാമത്തെ കേസ് സുരേന്ദ്രനെതിരെ വരുന്നത്. എന്താ കേസ്? മഞ്ചേശ്വരത്തെ കോഴക്കേസ്. അത് നിയമം അനുസരിച്ച് 12 മാസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം. പിണറായിയുടെ സർക്കാർ 12 മാസം കഴിഞ്ഞിട്ട് കൊടുത്തില്ല. 13, 14, 15, 16 കൊടുത്തു. 17 മാസമായപ്പോ കൊടുക്കും. കൊടുത്താൽ ആ കുറ്റപത്രം സ്വീകരിക്കില്ല, ആ കുറ്റപത്രം നിലനിൽക്കില്ല. സുരേന്ദ്രനെ വെറുതെ വിട്ടു. കോടതി പറഞ്ഞു, സാധാരണ സർക്കാർ ഇങ്ങനെ വൈകിയാൽ ഈ വൈകി പെറ്റീഷൻ കൊടുത്തതിന് ഒരു മാപ്പപേക്ഷയെങ്കിലും കൊടുക്കും. പക്ഷെ പിണറായി ശ്രദ്ധിച്ചു, അതുപോലും കൊടുത്തില്ല. മാപ്പങ്ങം പറഞ്ഞ കോടതി അവനെ പ്രതിയാക്കിയാലോ. അതാണ് ഞാൻ പറഞ്ഞത്, നന്ദി വേണം. ഒരു സഹായം ഇങ്ങോട്ട് ചെയ്ത് 2 സഹായം തിരിച്ചങ്ങോട്ട് ചെയ്തു കൊടുക്കും. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും കൂട്ടിനും കൂടി. എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ ഇവിടെ വന്ന് പകല് മതേതരത്വം, രാത്രിയാകുമ്പോൾ ഒരുമിച്ചിരിക്കുകയാണ്. എത്ര തെളിവ് വേണം? എത്ര തെളിവ് വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം. ഈ അവിഹിത ബാന്ധവത്തെ കുറിച്ച് പൂരം കലക്കിയില്ലേ തൃശ്ശൂര്? പൂരം BJPയെ ജയിപ്പിക്കാൻ ഞങ്ങളാണ് പറഞ്ഞത് പൂരം കലക്കിയതാണെന്ന്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു, മന്ത്രിമാരടക്കം എല്ലാവരും പറഞ്ഞു പൂരം കലക്കിയതാണ്. പിണറായി മാത്രം പറയും ശരിക്കൊന്നും കലങ്ങില്ലായിരുന്നു, കുറച്ചുകൂടി കലക്കായിരുന്നു. പൂരം പോലീസ് കലക്കി, സംഘർഷമുണ്ടായി, ആളുകളെ ലാത്തിച്ചാർജ് ചെയ്ത് പൂരം അലങ്കോലപ്പെട്ടു. 2 മന്ത്രിമാർ മന്ത്രിസഭയിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പോലീസോട് പോകാൻ പറ്റില്ല, അപകടമാണ്. മന്ത്രിമാരോട് പോകണ്ട എന്ന് പോലീസ് പറഞ്ഞ സ്ഥലത്തേക്ക് ആരാ പോയത്? RSSന്റെ സേവാഭാരതിയുടെ ആംബുലൻസിൽ കേരളത്തിലെ ഏറ്റവും വലിയ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയോടൊപ്പം നമ്മുടെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എങ്ങനെ പോയെന്നറിയോ? മുമ്പിൽ പോലീസിന്റെ പൈലറ്റ്, പുറകിൽ പോലീസിന്റെ എസ്കോർട്ടുമായി അവിടെ ചെന്നിറങ്ങി. സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായി നാടകീയമായി രക്ഷകനായി അവിടെ എത്തി. ആരാ ഈ നാടകം അണിയിച്ചൊരുക്കിയത്? ആരാ തിരക്കഥ? പിണറായിയുടെ പോലീസ്. പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ നോക്കി. ഇല്ലാന്ന് പറയാ. 3 അന്വേഷണം നടക്കുക. ഇതെല്ലാം പുറത്തു വരും. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ സ്ഥിതി? ഖജനാവിൽ 5 നയാ പൈസ ഉണ്ടോ? ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച് ജോണേ, ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കാൻ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറയാൻ കാര്യം, എന്റെ വീട്ടിൽ കുറെ പൂച്ച. നിങ്ങള് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ പൂച്ച പ്രസവിക്കാൻ പോണ ആ 1-2 ദിവസം അല്ലേ നല്ല പരിഭ്രാന്തിയായിട്ട് ഓടി നടക്കും. എന്നിട്ട് ആരും കയറാത്തൊരു മൂല, ആരും വരാത്തൊരു സ്ഥലം, ഒരു ഇടപാട് നടക്കാത്തൊരു സ്ഥലം, അവിടെ പോയി പൂച്ച പ്രസവിക്കും സ്വസ്ഥമായിട്ട്. ഇപ്പൊ ഈ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ആദ്യം കേരളത്തിന്റെ അല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ അതിശയോക്തി പറയുകയാണ് ഈ പൂച്ച പ്രസവിക്കുന്ന കാര്യം പറയാം. സർക്കാരിന്റെ ഒരു ഓർഡർ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, 5 ലക്ഷം രൂപ കൂടുതലുള്ള ഒരു ചെക്കും മാറില്ല. ഇത് 5 ലക്ഷം രൂപയ്ക്ക് ഓട പണിയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും 5 ലക്ഷത്തിന്റെ താഴെയുള്ള ചെക്ക് മാറുമെന്ന്. അത് മേടിച്ചു വെക്കും, പിന്നെ തരാൻ പറയും. അപ്പൊ ഖജനാവ് കാലിയാണോ? പൂച്ച പ്രസവിക്കാൻ പാകത്തിലാണോ? ഇടൂ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര മാസം ബാക്കി കിടക്കും? ആണല്ലോ. ഇനി
KSRTCയുടെ സ്ഥിതി എന്താ? ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് 47,000 ജീവനക്കാർ, 5,700 ഷെഡ്യൂൾ. ഇപ്പൊ ചുരുങ്ങി 23,000 ജീവനക്കാർ, ഷെഡ്യൂൾ പകുതിയായി, പെൻഷൻ ഇല്ല, ശമ്പളം ഇല്ല. ശരിയാണോ? ഇനി മാവേലി സ്റ്റോർ, വെള്ള സാധനം ഉണ്ടോ അവിടെ? സോപ്പും ജീപ്പും കണ്ണാടി ഉണ്ട്, ചെറുപയറും കടലയും പരിപ്പും 13 ഐറ്റം ഉണ്ട് സബ്സിഡി കിട്ടുന്നത്. രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇപ്പൊ 220 രൂപ ചെറുപയറിന്, കഞ്ഞിയും പയറും കൂടി കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെട്ട് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് സപ്ലൈക്കോ അവിടെ ഒന്നുമില്ല. ഞാൻ ഈ ഓണക്കാലത്ത് ഒരു ട്രോള് കണ്ടു സമൂഹ മാധ്യമത്തിൽ. അജയ എന്താണെന്നറിയോ? മുകളില് ഒരു അലമാര, ബിവറേജ് കോർപ്പറേഷന്റെ അലമാര, എല്ലാം ഇങ്ങനെ നിറച്ചിരിക്കുക, ഒരു കുറവുമില്ല. തൊട്ട് താഴെ മാവേലി സ്റ്റോറിലെ അലമാര, ഒരു കുന്തമില്ല. കറക്റ്റ് അല്ലേ? ആയിരുന്നില്ല ഓണക്കാലത്ത്? ഓണം, റംസാൻ, ക്രിസ്മസ്, ഈസ്റ്റർ, എവിടെ ഓണച്ചന്ത? ചന്തയില്ല, ഓണമില്ല, ഒരു സാധനം ഇല്ല. 4,800 കോടി രൂപ സപ്ലൈക്ക് കൊടുക്കാനുണ്ട് ഈ സർക്കാർ. അതിന്റെ കാര്യം ഏകദേശം തീരുമാനം. ഇനി ഇലക്ട്രിസിറ്റി ബോർഡ് UDFന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ആര്യാട സാറിന്റെ കാലത്ത് നമ്മളത് ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു വന്നു ആദ്യമായി ചരിത്രത്തിൽ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 20 പൈസ. കുറെ കടങ്ങൾ കുറച്ചു കൊണ്ടുവന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ ആകെ കടം വൈദ്യുതി ബോർഡിന്റെ 1000 കോടി രൂപ 2016 അതുവരെയുള്ള എല്ലാ കടവും, ഒരുപാട് വർഷത്തെ കടം കുറച്ചു. ഇപ്പൊ 8 വർഷമായി 1000 കോടി കടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ കട ഇപ്പൊ എത്രയാണെന്നറിയാം? ഞെട്ടരുത്, 45,000 കോടി. അത്രേ പറ്റിയുള്ളൂ. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞാൽ കറക്റ്റ്. അത്രേ പറ്റിയുള്ളൂ. ചിരിക്കണ്ട, അതിന്റെ പണി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, ഇല്ലേ? ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? 3ാമത്തെ പ്രാവശ്യം ചാർജ് കൂട്ടും. കരണ്ടുമില്ല, 3ാമത്തെ പ്രാവശ്യം ചാർജ് കൂട്ടും. വെള്ളക്കരം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. എല്ലാ ഫീസും കൂട്ടി, പെർമിറ്റ് ഫീസ് കൂട്ടി, സർവീസ് ചാർജ് കൂട്ടി, എല്ലാം കൂട്ടി. ഒരു നിവർത്തിയില്ല. വീട്ടമ്മമാര് കണക്കെഴുതി വെക്കുന്നവരുണ്ട്. ചെലവ് കഴിഞ്ഞ വർഷം കണക്കെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ കണക്കൂടി താരതമ്യപ്പെടുത്തിയാൽ ഒരു ഇടത്തരം കുടുംബത്തിന് 10,000 രൂപയിൽ കൂടുതൽ ചെലവ് വർദ്ധിച്ചു. വരുമാനം കൂടിയോ? എല്ലാം അതിന്റെ കേന്ദ്രത്തിന്റെ സംഭാവന. ായിരിക്കും ഈ പാലക്കാട് നടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ദേശീയ തലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർ BJPക്കാർ ഒരുമിച്ച് മനുഷ്യരെ കണ്ടാൽ അവർക്ക് സഹിക്കില്ല. അവർ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കും. അവരാളുകളെ ശത്രുക്കളാക്കും. നമ്മളെ പരസ്പരം ശത്രുക്കളാക്കി തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താനും അധികാരം കവർന്നെടുക്കാനും ശ്രമിക്കുന്ന ഈ രാജ്യം ഇന്ത്യ എന്നുള്ള ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, അവരെ നമുക്കേ തോൽപ്പിക്കാൻ കഴിയൂ. നമുക്കാണ് ചെറുത്തുനിൽപ്പ് വർഗീയവാദത്തിനെതിരായി നടത്താൻ നമുക്കേ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ അവരുമായി പോരാടുന്നത്. അവർ ഈ രാജ്യത്തെ തകർത്തു. നിങ്ങൾ അറിയണം, ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് ഇപ്പോഴാണ്. രാജ്യത്തെ കർഷകർ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, എല്ലാം തകരുകയാണ്. ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തകർന്നു തരിപ്പണമാകുന്നു. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഇന്ന് രാജ്യത്തിനകത്തു തന്നെയുള്ള കുഴപ്പങ്ങൾ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക്